നിങ്ങൾ എന്തിനെ പറ്റി വിചാരിച്ച ഈ കള്ളത്തരൊന്നും കണ്ടുപിടിക്കില്ലാന്നാ? ഞാൻ കള്ളത്തരൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ കണ്ടതോ നിങ്ങൾ കിളയ്ക്കുന്നതാണോ? എന്താ ഒരു ബഹളം? എടി ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. നിങ്ങളിലൊന്നും പറയണ്ട, പറഞ്ഞിടത്തോളൊക്കെ മതി. നിങ്ങൾ ഉണ്ടല്ലോ നീ ഒന്ന് പറയണത് കേക്ക്. എന്ത് തങ്ങില്ലാന്ന് ഞാൻ പറയണതൊന്ന് കേട്ടൂടാ? എന്താ പ്രശ്നം ഇവിടെ? ആർക്കറിയാ എന്താ പറ്റില്ല? ഞാൻ പറയുന്നത് വിശ്വസിക്ക്. സുഗുണന് ഭാര്യയാണല്ലോ. ആ ഡേവിസ് ചേട്ടൻ എന്താ ഇവിടെ? അതൊക്കെ പറയാ. ആദ്യം നിങ്ങൾ എങ്ങനെ ഈ റോട്ടി കിടന്ന് തല്ലുകൊണ്ടെന്ന് പറ. അത് പിന്നെ ഞാൻ പറയാ ഡേവിസേട്ടാ. നീ പറയണ്ട, ഞാൻ പറയാ. ഓ നിങ്ങൾ പറഞ്ഞിടത്തോളൊക്കെ മതി. ഞാൻ പറയണതൊന്ന് കേക്ക്. എന്താ ഞാൻ പറയണതൊന്ന് കേട്ടാല്? നിങ്ങളൊന്ന് നിർത്തോ? ഇത് റോഡാണെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങക്ക്? നീ പറഞ്ഞ സുഗുണ, എന്താ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം? എന്റെ പൊന്നു ഡേവിസ് ചേട്ടാ, ഞാൻ ഇന്നലെ ഒരു വാർത്ത വായിച്ചു. എന്ത് വാർത്ത? ഭാര്യയോട് കുറെ നേരം സംസാരിച്ചാലേ ടെൻഷൻ ഇല്ലാതാക്കുന്നു. അതുകൊണ്ടേ മാനസിക സമ്മർദ്ദം 90% കുറഞ്ഞു കിട്ടുമെന്ന്. അതുകൊണ്ട് 80% ഹാർട്ട് അറ്റാക്ക് ഇല്ലാതാവുന്നു. ആഹാ, കൊള്ളാലോ. ആ അതെ, തീർന്നില്ല, നമുക്ക് 100% റിലാക്സ് ഫീൽ ചെയ്യും. ഓ അതുകൊണ്ട് ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കുന്നു. എങ്ങനെയുണ്ട്? ഓ, ഈ വാർത്ത നല്ല ഉപകാരപ്രദമാണല്ലോ സുഗുണ. ആ അതെ, ഇതാരും കണ്ടുപിടിച്ചേ? ഇംഗ്ലണ്ടിൽ നടത്തിയ ഒരു സർവേയിലാണ് ഇത് കണ്ടെത്തിയത്. ആ അല്ല, നിങ്ങൾ ഈ വാർത്തയായിട്ട് എന്താ ബന്ധം? ആ അത് ഞാൻ പറയാ. ആ എന്നാ നീ പറയ്. ഇപ്പൊ നിങ്ങളോട് ഈ പറഞ്ഞ വാർത്തയില്ലേ, ആ വാർത്ത വായിച്ചുടനെ ഇങ്ങോട്ട് ഒറ്റോട്ടാ ദേ ആ വീട്ടിലേക്ക്. എന്തിന്? ആ വീട്ടിലെ പെണ്ണായിട്ട് സംസാരിക്കാൻ, അല്ലാതെ എന്തിന്? നീ എന്തൊക്കെയാടാ സുഗുണ ചെയ്തു കൂട്ടണ്? സർവേയില് പറഞ്ഞില്ലേ ഭാര്യയോട് കുറെ നേരം സംസാരിക്കാൻ. ആ അതിത് തമ്മിൽ എന്താ ബന്ധം?